ഹലോ, അപ്പം നമ്മൾ കുറേ ആയില്ലേ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ നിങ്ങളല്ല കണ്ടവരൊക്കെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മളെ വിരുന്നാട്ടത്. അപ്പോൾ അതാ ഞാൻ എൻ്റെ വീട്ടിലത്തെ വിരുന്നാണ്. അമ്മ അതാ നല്ല ബീഫ് ബിരിയാണിയൊക്കെ ദമ്മിട്ടിങ്ങനെ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ചിക്കൻ പൊരിക്കണത്. അതിൻ്റെ ഇടയിൽ ഇതാ ഈ താത്താൻ്റെ മോന് നമ്മൾ ഈ പണിയുള്ള ദിവസം ഒരു പെട്ടെന്ന് എണീക്കുമല്ലോ, ഉറങ്ങി അപ്പത്തേനെ എണീറ്റിക്കണം. എന്നിട്ട് എൻ്റെ ഒക്കെ തീരിയിരുന്നതാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടത്തേക്ക് പിന്നെ കൊണ്ടാട്ടമുളകും ഇതൊക്കെ ചേർത്ത് താത്ത ഉണ്ടാക്കുന്നത് ഞങ്ങൾ പുറത്ത് അടുക്കളയാണ്. അപ്പോൾ അതിപ്പോൾ കുറച്ച് എന്തൊക്കെ ജാതിക്കൊക്കെ ഉണക്കാൻ കൊടുത്തിട്ടൊക്കെ ഉണ്ട് അവിടെ. പിന്നെ എന്താ ചെമ്മീനുണ്ട്, നമ്മൾ തലേന്ന് വേവിച്ച് വെച്ചതാണ്, ഫ്രൈ ചെയ്യാണ്. പിന്നെ ഇതൊക്കെ ഓരോന്ന് കിടാനുള്ളതാട്ടോ. അപ്പോൾ എല്ലാവരും പണിയിലും വർത്തമാനത്തിലൊക്കെയാണ്. എൻ്റെ മൂത്തമ്മക്ക് വിരുന്ന് വന്നിക്കണേ. അപ്പോൾ നമ്മളെ വിരുന്നുകാർ വന്ന് വേറെ നമ്മളെ കുടുംബത്തിലുള്ളൊരു പുതിയെണ്ണം കൂടെ ഉണ്ട്. നമ്മളെ അയൽവാസികളാണ്, സ്വന്തം വീട്ടുകാരെ പോലുള്ളതാണ്. അപ്പോൾ അവരും കൂടെ ഉണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മളിന്ന് കോഫിയാണ് കേട്ടോ ഫസ്റ്റ് ഒരു വന്നപ്പോൾ കൊടുത്തത്. ജ്യൂസൊക്കെ തണുപ്പത്ത് നമുക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഇടയിൽ ഇതാ ലാപ്ടോപ്പിൽ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അത് നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ബീഫ് ദമ്മ് പൊട്ടിച്ച് പിന്നെ നമ്മൾ ചിക്കൻ മന്തി കേട്ടോ. മന്തി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. രണ്ടും കൂടെ എല്ലാം കൂടെ നമുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ താത്ത ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാനൊന്നും ഉണ്ടാക്കണില്ലല്ലേ. ഞാൻ വിരുന്നിൻ്റെ അന്ന് 12 മണിക്ക് വന്നിട്ടുള്ളൂ. ഓള് ഇവിടെ തന്നെ അല്ലേന്നോ. അപ്പോൾ ഇതോ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ വന്ന വിരുന്നുകാരൊക്കെ കണ്ടിരുന്നു, എളാപ്പി ഇവരൊക്കെ ഇരുന്നു. പിന്നെ കുട്ടികൾ ഇതാ കൊലായ്മ പോയിരിക്കുന്നുണ്ട്, അവരിരുത്തിയിട്ടില്ല. അപ്പോൾ ഇമ്മ ഇങ്ങനെ സൽക്കരിക്കട്ടാ പുതിയ എണ്ണകളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് താത്താൻ്റെ 2 മക്കൾ അബാക്കസ് പോയിക്കണ്. അപ്പോൾ അവർ തിരിച്ച് വന്നതാണ് ഉച്ച ടൈം ആയപ്പോഴത്തേന്. അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായപ്പോഴത്തേന് താത്ത ഉണ്ടാക്കി വെച്ച് നമ്മളെ റെഡ് വെൽവെറ്റ് കേക്കാണ് തോന്നുന്നത്. അപ്പോൾ അതാ 2 ട്രേയിൽ ഉണ്ടാക്കിക്കണം. അപ്പോൾ അതൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടാളും കൂടെ അടുക്കളയ്ക്ക് വന്നാട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്പൂണൊക്കെ ഇടാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ച് ഇത് അവിടെ കൊണ്ടുവച്ചിട്ട് ആവശ്യമുള്ളത് അത്രയും എടുത്തോട്ടേന്ന് വിചാരിച്ച് ട്രേയോട് കൂടി നമ്മൾ ടേബിളിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടോ. ഒരു പാത്രത്തിൽ സ്പൂണും കൂടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ വിരുന്ന് വന്ന അവിടുത്തെ മോൻ്റെ കുട്ടി കേട്ടോ അത്. അപ്പോൾ ഇത് 2ാമത്തെ ട്രിപ്പ്. മക്കളും ഇപ്പിയും പിന്നെ വിരുന്ന് വന്നതിൽ തന്നെ നമ്മളുള്ള അടുത്തുള്ള താത്തയും എല്ലാവരും കൂടെ ഇരുന്ന് മൂത്തമ്മയൊക്കെ കൂടി ഇരുന്നിട്ട് ഞങ്ങളപ്പോഴും ഇരുന്നിട്ടില്ല, കാരണം എല്ലാവരും കൂടെ ഇരിക്കാൻ സീറ്റ് ഉണ്ടാവില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ വിശന്ന് തുടങ്ങിക്കണം. അപ്പോൾ അവർ ഞങ്ങളങ്ങോട്ട് ഇരുത്തിയതാണ്. അപ്പോൾ വിരുന്ന് വന്നവരെ ഡെസേർട്ട് കഴിക്കലും കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പം ഇരുന്നിക്കണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സൊറ വർത്താനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മളെല്ലാവരും കൂടെ കൂടിയാൽ പിന്നെ അങ്ങനെയാണല്ലോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദറിൻ്റെ മോനാണ് ഇരിക്കുന്നത്. അവനക്ക് തീരെ വയ്യ, കഫക്കെട്ടൊക്കെ കൂടെ ആയിട്ട്. പിന്നെ അതെൻ്റെ മോന് അന്നിരുന്ന് ഫുഡ് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ മന്തിയാണ് അവനക്ക് എടുത്തിക്കണത്. അപ്പോൾ ഫോണ് കൊടുക്കലില്ല സാധാരണ, ഇപ്പോൾ തീരെ കൊടുക്കലില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, നമുക്കൊന്ന് ആശ്വാസത്തിൽ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കട്ടെ. ഞാൻ ആദ്യം മന്തി ഇടാന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ അമ്മാൻ്റെ ബിരിയാണി കണ്ടപ്പോൾ ലാസ്റ്റ് ബിരിയാണിമ്മ തന്നെ കൂടി. പക്ഷേ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. നമ്മൾ ലാസ്റ്റ് ഇരുന്നുകൊണ്ട് കുറച്ച് തണുത്തതുകൊണ്ട് അതിൻ്റെ ആ രസമൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ വർത്താനം കാര്യമൊക്കെ കൂടെ ആയിട്ട് നിൽക്കുകയാണ്. ഇവർ പോകാനായി സമയം 3:30 മണിയിരിക്കണം കേട്ടോ. കുറേ നേരം സംസാരിച്ചിരിക്കണേ. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് കുറച്ച് കേക്ക് കൊണ്ടുപോകാനും കൊടുത്ത് അങ്ങനെ നമ്മളെ വിരുന്ന് വിജയകരമായി പൂർത്തീകരിക്കുക.